കുപ്രസിദ്ധ കുഴൽപ്പണ കവർച്ചാ സംഘത്തലവൻ കോടാലി ശ്രീധരനും മകനും കൊരട്ടിയിൽ പിടിയിലായി. പോലീസിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ പ്രതികളെ കീഴ്പ്പെടുത്തിയത് സാഹസികമായി. നെടുമ്പാളിൽ കോഴിഫാമിൽ പട്ടാപ്പകൽ തെരുവ് നായ ആക്രമണം. 1000-ലേറെ കോഴികൾ ചത്തു. 2.5 ലക്ഷം രൂപയുടെ നഷ്ടമെന്ന് ഫാം ഉടമ. നാട്ടിക പഞ്ചായത്ത് LDF ഭരണസമിതിക്കെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. 5-നെതിരെ 6 വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം തള്ളിയത്. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ റോഡ് പണിക്കിടെ ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി സിനാരു ഇസ്ലാം ആണ് മരിച്ചത്. നൂറടിത്തോട്ടിലെ ചണ്ടികോരൽ പദ്ധതിയിൽ നിന്ന് പരൂർ ഉപ്പുങ്ങൽ പടവുകളെ ഒഴിവാക്കിയതായി പരാതി. വെട്ടിക്കടവിൽ നിന്ന് തുടങ്ങിയ ചണ്ടിയെടുക്കൽ ചമ്മന്നൂർ ചുള്ളിക്കാരൻ കുന്നിൽ നിർത്തിയെന്ന് ആക്ഷേപം. കോട്ടപ്പുറം രൂപത നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ മെത്രാഭിഷേക ചടങ്ങുകൾ ശനിയാഴ്ച നടക്കും. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന മെത്രാഭിഷേക ചടങ്ങിൽ 1000 പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. കുപ്രസിദ്ധ കുഴൽപ്പണ കവർച്ചാ സംഘത്തലവൻ കോടാലി ശ്രീധരനും മകൻ അരുണും കൊരട്ടിയിൽ പോലീസ് പിടിയിലായി. പോലീസിന് നേരെ തോക്ക് ചൂണ്ടി ഇരുവരും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബലമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. 36 കേസുകളിൽ പ്രതിയായ ശ്രീധരൻ കർണാടക പോലീസിന്റെ പിടികിട്ടാപ്പുള്ളിയാണ്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കുഴൽപ്പണ കവർച്ചാ കേസുകളിൽ പ്രതിയാണ്. കോടാലി ശ്രീധരൻ സഞ്ചരിക്കുന്ന വാഹനങ്ങളെക്കുറിച്ച് സൂചന ലഭിച്ചതോടെ പോലീസ് സംഘം കാർ വളയുകയായിരുന്നു. പോലീസിന് നേരെ തോക്ക് ചൂണ്ടിയ ശ്രീധരനെയും മകനെയും കാറിന്റെ ഗ്ലാസ് തകർത്ത് പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നുവെന്ന് തൃശൂർ റേഞ്ച് DIG അജിത ബീഗം, റൂറൽ SP നവനീത് ശർമ്മ എന്നിവർ പറഞ്ഞു. കുഴൽപ്പണ സംഘങ്ങളെ ഹൈവേയിൽ കവർച്ച ചെയ്യുന്നതാണ് ശ്രീധരന്റെ രീതി. 40 കോടിയിലേറെ രൂപ ശ്രീധരനും സംഘങ്ങളും തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. കുഴൽപ്പണ സംഘത്തിനുള്ളിൽ നുഴഞ്ഞുകയറുന്ന ശ്രീധരന്റെ സംഘാംഗങ്ങൾ ഒറ്റുകാർക്ക് 40% തുക ഓഫർ ചെയ്യും. പണം വരുന്ന വഴി തിരിച്ചറിഞ്ഞതോടെ പോലീസ് വേഷത്തിലെത്തിയാണ് കവർച്ച നടത്തിയിരുന്നത്. ഇന്റർനെറ്റ് വഴിയായിരുന്നു ആശയവിനിമയമെന്ന അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായിരുന്നു. കർണാടക പോലീസ് കേരളത്തിൽ പലതവണ എത്തിയിരുന്നുവെങ്കിലും ശ്രീധരനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. എല്ലാവർക്കും അറിയാം, 47ഓളം കേസുകൾ കേരളത്തിനകത്ത് ഉണ്ട്. അതിനകത്ത് ഇപ്പൊ ലൈവായിട്ട് 5 LP വാറന്റുകളുണ്ട് ഇയാളുടെ പേരിൽ. സോ തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ഈ 3 ജില്ലകളിലും, അതായത് തൃശ്ശൂർ സിറ്റി, റൂറൽ, അങ്ങനെ 4 ജില്ലകളിലും ആളുടെ പേരിൽ LP വാറന്റ് നിലവിലുണ്ട്. ഇത് കൂടാതെ പുള്ളി കർണാടകയില് കേസുകളുണ്ട്, തമിഴ്നാട്ടിൽ കേസുകളുണ്ട്. സോ കേരള പോലീസ് അല്ലാതെ ഇപ്പൊ കർണാടക പോലീസും തമിഴ്നാട് പോലീസും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുള്ളിയാണ്, ഒരു പിടികിട്ട പുള്ളി തന്നെയാണ്. സോ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ടീം നല്ല രീതിയിൽ ഒരു എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ ഒരു ഡിറ്റക്ഷൻ നടത്തിയിട്ടുണ്ട്. നെടുമ്പാൾ കോഴിഫാമിൽ പട്ടാപ്പകൽ തെരുവുനായ ആക്രമണത്തിൽ 1000-ലേറെ കോഴികൾ ചത്തു. നെടുമ്പാൾ കുറ്റിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണന്റെ ഫാമിലെ കോഴികളെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. ഉണ്ണികൃഷ്ണനും ഭാര്യ സീമയും രാവിലെ കോഴികൾക്ക് തീറ്റ നൽകി പോയതിന് പിന്നാലെയെത്തിയ 6 തെരുവ് നായ്ക്കൾ കൂട് തകർത്ത് അകത്ത് കയറുകയായിരുന്നു. 10 ദിവസം കഴിഞ്ഞാൽ വിൽപ്പനയ്ക്ക് പാകമാകുന്ന 1675 കോഴികളുണ്ടായിരുന്നു ഫാമിൽ. അകത്ത് കയറിയ നായ്ക്കൾ തലങ്ങും വിലങ്ങും പാഞ്ഞു നടന്നു. കണ്ണിൽ കണ്ട കോഴികളെയെല്ലാം ആക്രമിച്ചു. നിരവധി കോഴികൾക്ക് കടിയേറ്റു. 2 പറമ്പ് അപ്പുറത്ത് താമസിക്കുന്ന ഉണ്ണികൃഷ്ണനും ഭാര്യയും കോഴികളുടെ ശബ്ദം കേട്ടെത്തിയാണ് തെരുവ് നായ്ക്കളെ ഓടിച്ചത്. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഫാം ഉടമ പറഞ്ഞു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, പഞ്ചായത്ത് അംഗം ബീന സുരേന്ദ്രൻ എന്നിവർ സ്ഥലത്തെത്തി. പ്രദേശത്ത് തെരുവുനായ ശല്യം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതുമൂലം രാത്രിയിൽ നെടുമ്പാൾ, തൊട്ടിപ്പാൾ, മുളങ്ങ്, പള്ളം പ്രദേശങ്ങളിൽ ഇരുചക്ര വാഹനയാത്ര ദുഷ്കരമാണ്. TCV പുതുക്കാട്. നാട്ടിക പഞ്ചായത്ത് LDF ഭരണസമിതിക്കെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. 2013-ൽ കോൺഗ്രസ് ഭരണസമിതി സ്ഥാപിച്ചതാണ് തൃപ്രയാർ സെന്ററിലെ ഡിവൈഡർ, പരസ്യ ബോർഡ്, സിഗ്നൽ സംവിധാനം എന്നിവ. ഇതിൽ പിന്നീട് ഭരണത്തിലെത്തിയ LDF അഴിമതി നടത്തിയെന്നാരോപിച്ചാണ് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അഴിമതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നേരത്തെ പ്രഖ്യാപിച്ചത് കണക്കിലെടുത്ത് 3 BJP അംഗങ്ങൾ വാക്കൌട്ട് നടത്തി. ഇതേ തുടർന്ന് പ്രമേയം വായിക്കാതെ പ്രതിപക്ഷത്തെ 5 UDF അംഗങ്ങൾ ചർച്ച ഒഴിവാക്കി വോട്ടെടുപ്പ് നടത്താൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ പറഞ്ഞു. 3 മണിക്കൂർ സമയമുണ്ടായിട്ടും അവിശ്വാസ പ്രമേയത്തിന്മേൽ ഒരു അംഗം പോലും ചർച്ചയ്ക്ക് തയ്യാറായില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ 5-നെതിരെ 6 വോട്ടുകൾക്ക് അവിശ്വാസ പ്രമേയം തള്ളി.
നാട്ടിക പഞ്ചായത്ത് LDF ഭരണസമിതിക്കെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് CPM നാട്ടിക ലോക്കൽ കമ്മിറ്റി തൃപ്രയാറിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തൃപ്രയാറിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം നാട്ടിക പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CPM നാട്ടിക ഏരിയ കമ്മിറ്റി സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. മുൻ നിശ്ചയിച്ച പ്രകാരം BJPയുമായി ചേർന്ന് LDF ഭരണസമിതിയെ താഴെയിറക്കാനുള്ള UDF നീക്കമാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ പരാജയപ്പെട്ടത് എന്ന് MA ഹാരിസ് ബാബു ആരോപിച്ചു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം KR സീത, KB ഹംസ, LDF ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ഇവിടെയാണെങ്കിൽ ചർച്ചയിൽ പോലും പങ്കെടുക്കാതെ BJP മാറുന്നു. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ റോഡ് പണിക്കിടെ ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവ് ഷോക്കേറ്റു മരിച്ചു. വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദ് സ്വദേശി 21 വയസ്സുള്ള സിനാരു ഇസ്ലാം ആണ് മരിച്ചത്. റോഡ് പണിക്കുള്ള മെറ്റൽ ടിപ്പർ ലോറിയിൽ ഇറക്കുന്നതിനിടയിലായിരുന്നു അപകടം. ടിപ്പർ ഉയർന്നപ്പോൾ താഴ്ന്ന പരിസരത്തെ മരത്തിന്റെ കൊമ്പ് 11 kV ഇലക്ട്രിക് ലൈനിൽ തട്ടി. ലോറിയിൽ തൊട്ടു നിൽക്കുകയായിരുന്ന യുവാവ് വൈദ്യുതാഘാതമേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു. മറ്റു തൊഴിലാളികൾ ഓടിയെത്തി പ്രഥമ ശുശ്രൂഷ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. നൂറാടിത്തോട്ടിലെ ചണ്ടിക്കോരൽ പദ്ധതിയിൽ നിന്ന് പരൂർ ഉപ്പുങ്ങൽ പടവുകളെ ഒഴിവാക്കിയെന്ന് പരാതി. 10 ലക്ഷം രൂപ വകയിരുത്തിയ പദ്ധതിയിൽ വെട്ടിക്കടവിൽ നിന്ന് തുടങ്ങിയ ചണ്ടിയൊടുക്കൽ ചമ്മന്നൂർ ചുള്ളിക്കാരൻ കുന്നിൽ നിർത്തിയെന്നാണ് ആക്ഷേപം. ഉപ്പുങ്ങൽ വരെ 2 കിലോമീറ്റർ ദൂരമെങ്കിലും ഇനിയും ചണ്ടി എടുക്കേണ്ടതുണ്ട്. തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് ചണ്ടി കോരൽ ആരംഭിച്ചത്. യന്ത്രമുപയോഗിച്ച് കോരിയ ചണ്ടി തോടിന്റെ വശങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇറിഗേഷൻ വകുപ്പാണ് പ്രവൃത്തി നടത്തിയത്. തോട്ടിൽ ചണ്ടി അടിഞ്ഞതിനാൽ നീരൊഴുക്ക് സാരമായി തടസ്സപ്പെട്ടിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു. ചണ്ടി കെട്ടിനിൽക്കുന്നത് മൂലം വെള്ളത്തിന് സൂര്യപ്രകാശം ലഭിക്കാത്തതും പ്രശ്നമാണ്. ഇത് നെല്ലിലെ വൈറസ് ബാധയ്ക്ക് വരെ കാരണമാകുമെന്നും കർഷകർ പറയുന്നു. നൂറടി തോട്ടിലെ ചണ്ടി പൂർണ്ണമായി എടുക്കണമെന്നത് കർഷകരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഇടക്കാലത്ത് പടവ് കമ്മിറ്റികൾ സ്വന്തം ചെലവിൽ ചണ്ടി കോരിയിരുന്നു. എന്നാൽ അടുത്ത വർഷം വീണ്ടും ചണ്ടി അടിഞ്ഞു. നൂറടി തോടിന്റെ മുഴുവൻ പ്രദേശത്തു നിന്നും ഒരുപോലെ ചണ്ടിയെടുത്താലേ വീണ്ടും ചണ്ടി അടിയുന്നതിന് പരിഹാരമുണ്ടാകൂ. ഇതിന് വലിയ തുക ആവശ്യമായതിനാൽ കമ്മിറ്റികൾക്ക് സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ പ്രയാസമാണ്. വെട്ടിക്കടവ് മുതൽ കരിച്ചാൽക്കടവ് വരെ ചണ്ടിയെടുക്കാനാണ് പണം വകയിരുത്തിയതെന്നും തുക ബാക്കി വന്നപ്പോൾ ചുള്ളിക്കാരൻ കുന്നുവരെ ചണ്ടി കോരിയെന്നും ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. ബാക്കി പ്രദേശത്തെ ചണ്ടി നീക്കാൻ പദ്ധതി തയ്യാറാക്കും. TCV പുന്നിയൂർക്കുളം. കോട്ടപ്പുറം നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന്റെ മെത്രാഭിഷേക ചടങ്ങ് ശനിയാഴ്ച നടക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കുന്ന മെത്രാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. രൂപത ആസ്ഥാനമായ സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയത്തിന് മുൻപിൽ 75,000 ചതുരശ്ര അടിയിൽ വിശാലമായ പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. 10,000 പേർക്ക് തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കാനുള്ള സൗകര്യം ഉണ്ടാകും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാഭിഷേക ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 20 ബിഷപ്പുമാരും 300ഓളം വൈദികരും 400ഓളം സന്യസ്തരും ചടങ്ങിൽ പങ്കെടുക്കും. സംഗീത സംവിധായകൻ ജെറി അമൽദേവിന്റെയും ഫാദർ വില്യം നെല്ലിക്കലിന്റെയും നേതൃത്വത്തിൽ 100-ലധികം വരുന്ന ഗായക സംഘമാണ് ഗാനങ്ങൾ ആലപിക്കുന്നത്. മെത്രാഭിഷേക ചടങ്ങുകൾക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. ശുചിമുറി മാലിന്യം തള്ളി മലിനമായ വരന്തരപ്പള്ളി കോരനൊടി പുതുക്കുളത്തിൽ ക്ലോറിനേഷൻ നടത്തി. വരന്തരപ്പള്ളി ആരോഗ്യ വിഭാഗം അധികൃതരാണ് 2 ചാക്ക് ബ്ലീച്ചിംഗ് പൗഡർ എത്തിച്ച് ക്ലോറിനേഷൻ നടത്തിയത്. കുളത്തിലെ വെള്ളം പമ്പ് ചെയ്ത് കളയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അധികൃതർ മറ്റു മാർഗങ്ങൾ തേടുന്നത്. വെള്ളം പമ്പ് ചെയ്താൽ പ്രദേശത്തെ മറ്റ് ജലസ്രോതസ്സുകളിൽ മാലിന്യം കലരാൻ സാധ്യതയേറെയായതിനാലാണ് അധികൃതർ ക്ലോറിനേഷൻ നടത്തിയത്. കൂടുതൽ ബ്ലീച്ചിംഗ് പൗഡർ എത്തിച്ച് തുടർ ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും കുളം മാലിന്യമുക്തമാകുന്നതുവരെ പ്രദേശവാസികൾ കുളത്തിൽ ഇറങ്ങരുത് എന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു. 1 ഏക്കറിലേറെ വിസ്തൃതിയിലുള്ള കുളത്തിൽ കഴിഞ്ഞ ദിവസമാണ് വ്യാപകമായി ശുചിമുറി മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. കുളത്തിൽ ശുചിമുറി മാലിന്യം തള്ളിയവരെ കണ്ടെത്തുന്നതിനായി വരന്തരപ്പള്ളി പോലീസ് പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചു വരികയാണ്. ചങ്ങരംകുളം മൂക്കുതല കണ്ണേങ്കാവ് ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു. അമ്പലത്തിലേക്ക് കയറുന്നതിനിടെയാണ് ആന ഇടഞ്ഞത്. പരിഭ്രാന്തരായി ഓടിയ 20ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേലക്കര കൊണ്ടാഴി എഴുന്നള്ളത്ത് കടവിനു സമീപം വിദ്യാർത്ഥികളുമായി പോവുകയായിരുന്ന സ്കൂൾ ബസ് കാനയിലേക്ക് ചെരിഞ്ഞു. കൊണ്ടാഴി സരസ്വതി വിലാസം UP സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല.
കനാൽ റോഡും എഴുന്നള്ളത്ത് കടവും റോഡും ചേരുന്ന പാലത്തിനു സമീപം ബസ് തിരിക്കുന്നതിനിടെയാണ് ബസ് കാനയിലേക്ക് ചരിഞ്ഞത്. ഫുട്ബോർഡ് തങ്ങി നിന്നതിനാലാണ് ബസ് മറിയാതിരുന്നത് എന്ന് നാട്ടുകാർ പറഞ്ഞു. വിദ്യാർത്ഥികളെ മറ്റൊരു ബസ്സിൽ സ്കൂളിലെത്തിച്ചു. ചൂണ്ടൽ പുതുശ്ശേരിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ അനിലിനാണ് പരിക്കേറ്റത്. ഇരുവാഹനങ്ങളുടെയും മുൻവശം തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. തളിക്കുളം പുതുക്കുളങ്ങരയിൽ ഇരുനില വീട്ടിൽ തീപിടുത്തം. അറക്കവീട്ടിൽ അബ്ദുള്ളയുടെ വീടിന്റെ മുകൾ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. മുകൾ നിലയിലെ മുറിയും സിറ്റൌട്ടുമാണ് കത്തിനശിച്ചത്. വീട്ടുകാർ താഴത്തെ നിലയിലായിരുന്നതിനാൽ അപകടം ഒഴിവായി. നാട്ടികയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തുമ്പൂർ സർവീസ് ബാങ്കിനെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതുമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് ജോണി കാച്ചപ്പള്ളി തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM കോൺഗ്രസിലെ ചില ഗ്രൂപ്പ് താൽപര്യമാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം ആരോപിച്ചു. 2019 തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷന് തൊട്ടുമുൻപായി ബാങ്കിൽ നിന്ന് സാമ്പത്തിക അപഹരണത്തിന് പുറത്താക്കപ്പെട്ട ജീവനക്കാരുടെ ബന്ധുക്കളായ കോൺഗ്രസ് നേതാക്കൾ CPMനെ കൂട്ടുപിടിച്ച് സഹകരണ രജിസ്ട്രാർക്ക് കള്ളപ്പരാതികൾ നൽകുകയായിരുന്നു. ഭരണസ്വാധീനം ഉപയോഗപ്പെടുത്തി സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഭരണസമിതി പിരിച്ചുവിടിപ്പിക്കുകയുമായിരുന്നു എന്ന് ജോണി കാച്ചപ്പള്ളി ആരോപിച്ചു. മറ്റത്തൂർ ശാസ്താംപൂവം ആദിവാസി കോളനിയെ അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി നടപ്പിലാക്കുന്നതിന് തെരഞ്ഞെടുത്തതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. ഇത് സംബന്ധിച്ച പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഉത്തരവ് ലഭിച്ചതായി MLA പറഞ്ഞു. 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി കോളനിയിൽ നടപ്പിലാക്കുക. ഇതിനായി കോളനി നിവാസികളുടെ യോഗം വിളിച്ചു ചേർത്ത് മുൻഗണനാ ക്രമം നിശ്ചയിക്കുന്നതിനും നടപടി സ്വീകരിക്കും. ഭവന നിർമ്മാണം, ഭവന പുനരുദ്ധാരണം, ശുചിമുറി നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ പ്രവൃത്തികൾ നിർവഹണ ഏജൻസികൾക്ക് നൽകാതെ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് ചെയ്യുന്നതിന് തുക അനുവദിക്കുന്നതിനും ഉത്തരവിൽ അനുമതി നൽകിയിട്ടുണ്ട്. പീഡനക്കേസിൽ പ്രതിക്ക് 22 വർഷം കഠിന തടവും 1,10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കണ്ടാണശ്ശേരി ചൊവ്വല്ലൂർ വലിയകത്ത് വീട്ടിൽ സദഖിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി S. ലിഷ ശിക്ഷിച്ചത്. പിഴ സംഖ്യയിൽ 1,00,000 രൂപ അതിജീവിതയ്ക്ക് നൽകുന്നതിനും കോടതി ഉത്തരവിട്ടു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS. ബിനോയ്, അഡ്വക്കേറ്റ് രഞ്ജിക K. ചന്ദ്രൻ, അനുഷ എന്നിവർ കോടതിയിൽ ഹാജരായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരിയിൽ നടന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC. ശ്രീകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KG. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MC. പോളച്ചൻ, ജില്ലാ സെക്രട്ടറി ഡേവിഡ് സ്റ്റീഫൻ, ജില്ലാ ട്രഷറർ PR. സത്യനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏനമാക്കൽ റെഗുലേറ്ററിന് അഭിമുഖമായി ഫെയ്സ് കനാലിലെ റിംഗ് ബണ്ട് പുനർനിർമ്മാണം തുടങ്ങി. അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ ഫെയ്സ് കനാലിൽ ക്രമാതീതമായി വെള്ളം ഉയരുകയും വളയം ബണ്ടിന് മധ്യത്തിലെ സ്ലൂയിസ് തള്ളിപ്പോവുകയും ചെയ്തിരുന്നു. തകർന്ന റിംഗ് ബണ്ടിന്റെ പുനർനിർമ്മാണമാണ് ആരംഭിച്ചിട്ടുള്ളത്. 25 മീറ്ററോളം നീളത്തിലാണ് റിംഗ് ബണ്ട് തള്ളിപ്പോയിട്ടുള്ളത്. കനാലിൽ ഏറ്റവും ആഴം കൂടിയ ഭാഗത്താണ് റിംഗ് ബണ്ട് തകർന്നിട്ടുള്ളത്. പുഴയിൽ നിന്നും വേലിയേറ്റത്തിന് തകർന്ന റിംഗ് ബണ്ടിലൂടെ ഉപ്പുവെള്ളം ഫെയ്സ് കനാലിലേക്കും സമീപത്തെ പാടശേഖരങ്ങളിലേക്കും വ്യാപിച്ചതായി കർഷകർ പറയുന്നു. ബണ്ട് തകർന്ന ഭാഗത്ത് മുളംകുറ്റികൾ അടിച്ചു താഴ്ത്തി ഇരുഭാഗത്തും പനമ്പ് കെട്ടി മണ്ണ് നിറച്ചു വേണം ബണ്ട് ബലപ്പെടുത്താൻ. 2 ദിവസങ്ങൾക്കുള്ളിൽ റിംഗ് ബണ്ട് പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കൊടുങ്ങല്ലൂരിൽ താലപ്പൊലിക്കിടെ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. 2 സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘട്ടനത്തിനിടെ കാര്യം തിരക്കാനെത്തിയ യുവാവിനെയാണ് ആക്രമിച്ചത്. മൂർച്ചയേറിയ ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ എടവിലങ്ങ് കാര വാക്കടപ്പുറം സ്വദേശി ഇളയാരംപുരയ്ക്കൽ കാർത്തിക്കിന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. തെക്കുംകര പഞ്ചായത്ത് കരുമത്രയിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CC. സുനിൽകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E. ഉമാലക്ഷ്മി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PR. രാധാകൃഷ്ണൻ, സബിത സതീഷ്, VC. സജീന്ദ്രൻ, അംഗങ്ങളായ AR. കൃഷ്ണൻകുട്ടി, K. രാമചന്ദ്രൻ, ഐശ്വര്യ ഉണ്ണി, ഷൈനി ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു.
ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റി മങ്ങാട് തോട്ടുപാലം സെന്ററിൽ സ്ഥാപിച്ച ബോർഡ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. ബോർഡ് നശിപ്പിച്ച സാമൂഹ്യവിരുദ്ധർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. മേഖലാ പ്രസിഡന്റ് MV വിനീത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗം NS അങ്കിത, മേഖലാ സെക്രട്ടറി NM മിഥുൻ, മേഖലാ കമ്മിറ്റി അംഗങ്ങളായ KP അഖിൽ, ഷിജിത്ത് ജസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കരിയന്നൂർ മങ്ങാട്ടുഞ്ഞാലിൽ വാസുദേവന്റെ ഭാര്യ സുമയ്ക്ക് വടക്കാഞ്ചേരി സംഘം ഗ്ലോബൽ കമ്മിറ്റി ധനസഹായം നൽകി. സുമയ്ക്ക് കരൾ മാറ്റിവെക്കുന്നതിന് 50 ലക്ഷത്തിലധികം രൂപ ചെലവ് വരും. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ, വാർഡ് മെമ്പർ സതി മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ധനസമാഹരണം നടത്തുന്നത്. വടക്കാഞ്ചേരി സംഘം ഗ്ലോബൽ കമ്മിറ്റി ഭാരവാഹിയായ VN ബാബു, ചന്ദ്രപ്രകാശ് ഇടമന, കൃഷ്ണദാസ് തേറുപറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുഴിക്കാട്ടുകോണം സാകേതം സ്നേഹസദനം സന്ദർശിച്ചു. വിദ്യാർത്ഥികൾ ശേഖരിച്ച നിത്യോപയോഗ സാധനങ്ങളും വസ്ത്രങ്ങളും സാകേതം ഭാരവാഹി മോഹനന് കൈമാറി. വിദ്യാർത്ഥികളായ മിത്ര ഡെറ്റ്സ്, ദേവദത്തൻ S നായർ, ഋതുപ്രിയ, അധ്യാപകരായ ബിനു G കുട്ടി, സൂര്യ G നാഥ്, C മിനി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര തിരുവാണിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവം ആഘോഷിച്ചു. തന്ത്രി കല്ലേലി താമരപ്പള്ളി മന ദാമോദരൻ ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ശിവേലി എഴുന്നള്ളിപ്പിൽ 5 ഗജവീരന്മാർ അണിനിരന്നു. കൊമ്പൻ നായരമ്പലം രാജശേഖരൻ ദേവിയുടെ തിടമ്പേറ്റി. ചെറുശ്ശേരി ശ്രീകുമാരന്റെ നേതൃത്വത്തിൽ ആൽത്തറമേളം നടന്നു. കുടിവെള്ള പദ്ധതിയിലെ കള്ളക്കളികൾ വിജിലൻസ് അന്വേഷിക്കുക, ജലജീവൻ പദ്ധതി പ്രകാരം പൊളിച്ച റോഡുകൾ ശരിയാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AA മുഹമ്മദ് ഹാഷിം, കോൺഗ്രസ് നേതാക്കളായ ഹിറോഷ് ത്രിവേണി, ഗഫൂർ തളിക്കുളം, CV ഗിരി തുടങ്ങിയവർ സംസാരിച്ചു. പഴയന്നൂർ റൂട്ട്സ് വാലി എഡ്യൂക്കേഷൻ ട്രസ്റ്റിന് കീഴിൽ ജനകീയ പാലിയേറ്റീവ് യൂണിറ്റ് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ പഴയന്നൂർ മദ്രസ ഹാളിൽ സംഘടിപ്പിക്കുന്ന സംഗമം പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ M അബ്ദുൽ സലാം, T സുനിത് റഹ്മാൻ, എക്സിക്യൂട്ടീവ് മെമ്പർ VM ഷമീർ അൻവരി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുഴൂരിൽ അമ്പ് ഗ്രാമം ഒരുങ്ങുന്നു. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അമ്പ് ഗ്രാമത്തിൽ ഡാവിഞ്ചി സുരേഷിന്റെ വിവിധ കലാസൃഷ്ടികൾ, വളർത്തുപക്ഷി പ്രദർശനം, വിപണനമേള, ഭക്ഷ്യമേള, പുഷ്പമേള, അമ്യൂസ്മെന്റ് പാർക്ക്, ദീപാലങ്കാരം, കലാസാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. കുഴൂർ ഹൈസ്കൂൾ മൈതാനത്ത് 20 മുതൽ 23 വരെയാണ് അമ്പ് ഗ്രാമം ഒരുങ്ങുന്നത്. വാർത്താസമ്മേളനത്തിൽ ഫെബിൻ തെറ്റയിൽ, ലിൻസൺ പോൾ, സേതുമോൻ ചിറ്റേത്ത് എന്നിവർ പങ്കെടുത്തു. ചേർപ്പ് മേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരഭരണി ആഘോഷിച്ചു. എഴുന്നള്ളിപ്പിനെ ബാസ്റ്റ്യൻ വിനയസുന്ദർ ഭഗവതിയുടെ തിടമ്പേറ്റി. പെരുവനം കുട്ടന്മാരാർ, പെരുവനം സതീശന്മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ മേളം, പഞ്ചവാദ്യം എന്നിവ അരങ്ങേറി. ശനിയാഴ്ച കാർത്തിക വേല നടക്കും. ചേർപ്പ് തായംകുളങ്ങര തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര നടവഴിയിൽ ലക്ഷദീപ മഹോത്സവം തുടങ്ങി. ഭക്തജനങ്ങളുടെ നേതൃത്വത്തിലാണ് ലക്ഷം ദീപം തെളിയിക്കുന്നത്. ഈ മാസം 24 വരെ നടവഴിയിൽ ലക്ഷദീപം തെളിയിക്കൽ തുടരും. 26-നാണ് തൈപ്പൂയം.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം നേതൃതല കൺവെൻഷൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. രമ്യ ഹരിദാസ് MP, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, KPCC സെക്രട്ടറിമാരായ രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിനെ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു തൃശൂർ ടൗണിൽ അഞ്ചേരിക്കാവ് ക്ഷേത്രത്തിലെ ഭരണിവേല ആഘോഷിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേലേടത്ത് മാധവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തെക്കേ അഞ്ചേരി ദേശത്തിന്റെയും പടിഞ്ഞാറേ ദേശത്തിന്റെയും പൂരം എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. നെല്ലുവായ് ശ്രീ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല ആഘോഷിച്ചു. നെല്ലുവായ് ദേശവും മുരിങ്ങത്തേരി വിഭാഗവും മുണ്ടൻകോട് വിഭാഗവുമാണ് ഭരണിവേലയുടെ പ്രധാന പങ്കാളികൾ. മേളത്തിന്റെ അകമ്പടിയോടെ 10 ഗജവീരന്മാരെ അണിനിരത്തി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് പൂർവാചാര വേലകളായ പറയൻവേല, ഹരിജൻവേല, തിറയാട്ടം, കാവടിയാട്ടം, നാടൻ കലാരൂപങ്ങൾ എന്നിവ നടന്നു. ശിങ്കാരിമേളം, നാദസ്വരം, തെയ്യം എന്നിവ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. കുട്ടഞ്ചേരി വിഭാഗത്തിന്റെ മേജർ സെറ്റ് പഞ്ചവാദ്യം കീഴ്ക്കാവിൽ സമാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കുപ്രസിദ്ധ കുഴൽപ്പണ കവർച്ച സംഘത്തലവൻ കോടാലി ശ്രീധരനും മകനും കൊരട്ടിയിൽ പിടിയിലായി. പോലീസിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ പ്രതികളെ കീഴ്പ്പെടുത്തിയത് സാഹസികമായി. നെടുമ്പാളിൽ കോഴിഫാമിൽ പട്ടാപ്പകൽ തെരുവുനായ ആക്രമണം. 1000-ലേറെ കോഴികൾ ചത്തു. 2.5 ലക്ഷം രൂപയുടെ നഷ്ടമെന്ന് ഫാം ഉടമ. നാട്ടിക പഞ്ചായത്ത് LDF ഭരണസമിതിക്കെതിരെ UDF അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. 5-നെതിരെ 6 വോട്ടുകൾക്ക് അവിശ്വാസ പ്രമേയം തള്ളി. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ റോഡ് പണിക്കിടെ ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവ് ഷോക്കേറ്റു മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി സിനരു ഇസ്ലാം ആണ് മരിച്ചത്. നൂറടിത്തോട്ടിലെ ചണ്ടികോരൽ പദ്ധതിയിൽ നിന്ന് പരൂർ ഉപ്പുങ്ങൽ പടവുകളെ ഒഴിവാക്കിയതായി പരാതി. വെട്ടിക്കടവിൽ നിന്ന് തുടങ്ങിയ ചണ്ടിയെടുക്കൽ ചമ്മന്നൂർ ചുള്ളിക്കാരൻ കുന്നിൽ നിർത്തിയെന്ന് ആക്ഷേപം. കോട്ടപ്പുറം നിയുക്ത ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിന്റെ മെത്രാഭിഷേക ചടങ്ങുകൾ ശനിയാഴ്ച നടക്കും. കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന മെത്രാഭിഷേക ചടങ്ങിൽ ആയിരങ്ങൾ പങ്കെടുക്കും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.